ഓം ആഴമേറും നിൻമഹസാമാഴിയിൽ ഞങ്ങളാകവേ ആഴണം വാഴണം നിത്യം വാഴണം വാഴണം സുഖം. ചിത്സ്വരൂപികളെ, ഗുരുദേവന്റെ ദർശനങ്ങളിലൂടെ എന്ന പരമ്പരയിൽ ഇന്നത്തെ നമ്മുടെ മനന വിഷയം ജന്തുബലി പാപമുക്തി കിട്ടാത്ത ദുഷ്കർമ്മം. ജന്തുബലിയിൽ 2 ദോഷങ്ങളുണ്ട്. ഭക്ഷിക്കാത്ത ഒരാൾക്കാണെന്ന് പറഞ്ഞ് കൊല്ലുന്ന കുറ്റം ഒന്ന്, അത് ഭക്ഷിക്കുന്നത് 2ാമത്തെ കുറ്റം. പ്രിയരെ, തലശ്ശേരി ജഗന്നാഥ ക്ഷേത്രത്തിന്റെ സ്ഥാപനത്തിന് മുന്നോടിയായി ഗുരുദേവനെ തലശ്ശേരിക്ക് ക്ഷണിച്ചുകൊണ്ടുപോകുവാൻ VK കുഞ്ഞിക്കണ്ണൻ എന്നൊരു ഭക്തൻ ശിവഗിരിയിലെത്തി. ഇദ്ദേഹവുമായുള്ള സംഭാഷണത്തിനിടയിൽ ഗുരു പറഞ്ഞതാണിത്. പ്രകൃതിയുടെ അഥവാ ഈശ്വരന്റെ കനിവില്ലാതെ ഒരു പുൽക്കൊടി പോലും മുളയ്ക്കുകയില്ല. മനുഷ്യൻ ഉള്ളിലേക്കെടുക്കുന്ന പ്രാണവായു പുറത്തേക്ക് പോകണമെങ്കിൽ പോലും ഈശ്വരന്റെ കാരുണ്യം വേണം. ആ ഈശ്വരന് വേണ്ടി ജന്തുക്കളുടെ കഴുത്തറുത്ത് കുരുതു കഴിക്കുന്ന പൂജ എത്ര നിന്ദ്യവും നീചവുമാണ്. ഈ പാപക്കറ പുരളുന്നവനിൽ ഈശ്വരൻ പ്രസാദിക്കുമോ? ഒന്നിന്റെ ജീവൻ പരിപാലിക്കുന്നവനാണ് ഈശ്വരൻ. ആ ഈശ്വരന്റെ പേര് പറഞ്ഞ് ഒന്നിന്റെ ജീവൻ അപഹരിക്കുന്നവന് ഈ ജന്മത്തിൽ മാത്രമല്ല, വരും ജന്മമുണ്ടെങ്കിൽ ആ ജന്മങ്ങളിൽ പോലും ശാന്തി ഉണ്ടാകുന്നതല്ല. അജ്ഞതയുടെ അന്ധകാരത്തിലേറിയ മനുഷ്യൻ ഈ പ്രപഞ്ചമായി വിലസി നിൽക്കുന്നവനും ഈ പ്രപഞ്ചത്തിൽ നിന്നും യാതൊന്നും വേണ്ടാത്തവനുമായിരിക്കുന്ന ദൈവത്തിനാണെന്ന് സങ്കല്പിച്ച് കൊണ്ടു നടത്തുന്ന പ്രാണിഹിംസ പാപമുക്തി കിട്ടാത്ത ഒരു ദുഷ്കർമ്മമാണ്. അങ്ങനെ കൊല്ലുന്ന ജീവിയെ ആഹാരമാക്കുന്നത് അതിലും വലിയ ദുഷ്പ്രവൃത്തിയാണ്. ഇത്തരം ഭക്തന്മാരെയും ദുഷ്കർമ്മികളെയും കൊണ്ട് ക്ഷേത്രം ദൂഷിക്കുമെന്ന് മാത്രമല്ല, ആ ക്ഷേത്ര പരിസരം പോലും മലിനപ്പെടും. ആ മലിനപ്പെട്ട അന്തരീക്ഷവായുവിനെ ശ്വസിക്കുന്നവന്റെ ഉള്ളം മലിനപ്പെടും. അതുകൊണ്ട് ഇത്തരം ദുഷ്കർമ്മങ്ങൾ ഒരാളിന്റെയല്ല, ഒരു സമൂഹത്തിന്റെ തന്നെ ഇടർച്ചയ്ക്കും അശാന്തിക്കും കാരണമാകുമെന്നറിഞ്ഞ് വർജിക്കേണ്ടതാണ്. അങ്ങനെ വർജിക്കുന്ന അവരിലാണ് ഈശ്വരൻ പ്രസാദിക്കുന്നത്. സ്നേഹപൂർവം, രഞ്ജൻ, കായനാട്.